കലികാലം വീഡിയോ സീരീസിൽ മറ്റൊരു പ്രധാന വിഷയമായി മതം എന്നതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് ചിന്തിക്കാം. ലോകമെമ്പാടും വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത വിശ്വാസങ്ങൾ. പക്ഷേ അവയുടെ മധ്യത്തിൽ എന്താണ്, അല്ലെങ്കിൽ അവയുടെ ലക്ഷ്യം എന്താണ്? വിഭജനം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ തന്നെ പിന്തുടരുന്നത് പല കാര്യങ്ങൾ വേദപുസ്തകങ്ങൾ വ്യക്തമായി വായിക്കാത്തതാണ് അതിനുള്ള പ്രധാന കാരണം. പല ആത്മീയ നേതാക്കളും മനുഷ്യരെ നയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവരിൽ ചിലർ സാധാരണക്കാരുടെ വിശ്വാസം ഉപയോഗിച്ച് അധികാരവും സമ്പത്തും നേടാൻ ശ്രമിച്ചു. ദൈവത്തിന്റെ പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും ചെയ്ത സംഭവങ്ങൾ ചരിത്രത്തിൽ നിലനിൽക്കുന്നു, ഇപ്പോഴും സംഭവിക്കുന്നു. പീഠങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന ചില ആത്മീയ നേതാക്കൾ, അവരാകട്ടെ ആടിന്റെ തോൾ ധരിച്ച ചെന്നായകൾ മാത്രമാണ്. ഭൂമിയിൽ സ്വന്തമായി ഒരു സാമ്രാജ്യം പണിയാൻ, മനുഷ്യരുടെ പ്രശംസ നേടാൻ യേശുവിന്റെ നാമം അവർ വൃഥാ ഉപയോഗിക്കുന്നു. ദൈവത്തിന് മഹത്വം നൽകുന്നതിനും അവന്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നതിനും പകരം ഇവർ നിങ്ങളെ കുറ്റബോധത്തിലാക്കി നിങ്ങളുടെ വരുമാനത്തിന്റെ 10% നൽകാൻ നിർബന്ധിക്കുന്നു. പള്ളി പുതുക്കി പണിയാൻ, പെരുന്നാൾ നടത്താൻ, രൂപക്കൂട് പണിയാൻ, പള്ളിവക കെട്ടിടങ്ങൾ പണിയാൻ, ഇങ്ങനെ എന്തെല്ലാം പിരിവുകൾ. വിശ്വാസം തെറ്റാണ് എന്നല്ല, പക്ഷേ അന്ധമായ വിശ്വാസം അപകടകരമാണ്. That $100 is not worth you not having God's blessing. That $1,200 is not worth you. That $10,000 is not worth you not having God's blessing. Money! പുതിയ നിയമത്തിൽ ബലിയർപ്പണ പൗരോഹിത്യമില്ല, കർത്തൃമേശ ആചരണമാണുള്ളത്. അതായത് വിശ്വാസികളെല്ലാവരും സ്വയമേ ദേവാലയവും പുരോഹിതരുമാണ്. എന്നാൽ ഇക്കൂട്ടർ ചെയ്യുന്നത് എന്താണ്? അവർ തന്നെയാണ് ആധുനിക ലേവ്യ പുരോഹിതന്മാർ എന്ന പോലെ പെരുമാറുന്നു. നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ കവർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പോലും അവർ പറയും. നിങ്ങളുടെ 100 രൂപ തരൂ, ദൈവത്തിന്റെ അനുഗ്രഹമില്ലാതെ പോകുന്നതിനപ്പുറം അത് വിലമതിക്കുന്നതല്ല. ആ 1000 രൂപ, ആ 10,000 രൂപ പോലും ദൈവത്തിന്റെ അനുഗ്രഹം നഷ്ടപ്പെടുന്നതിന് വിലമതിക്കുന്നതല്ല. ഇന്നത്തെ രാത്രി യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും. ഇന്നാണ് നിങ്ങളുടെ മുന്നേറ്റം. പണം ഇവിടേക്ക് വരട്ടെ, ഇപ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും. ദൈവത്തിന്റെ അനുഗ്രഹം പണം നൽകി വാങ്ങാൻ സാധിക്കുന്നതാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സമസ്തവും സൃഷ്ടിച്ച ദൈവത്തിന് നിങ്ങളുടെ കയ്യിലെ പണം വേണോ? ഇനി മറ്റൊരു കാര്യം നോക്കാം. പലരും ക്രിസ്ത്യാനികൾ എന്ന് അവകാശപ്പെടുന്നവർ ഇനിയും കാത്തിരിക്കുന്നത് എന്താണ്? ക്രിസ്തുവിന്റെ വരവ്, ഒരു പ്രീ ട്രിബുലേഷൻ റാപ്ചർ, അല്ലെങ്കിൽ മഹാപീഡനം ഇപ്പോൾ നടക്കുമെന്നവർ വിശ്വസിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിലെ പ്രവചനങ്ങൾ നമ്മുടെ കണ്ണിനു മുമ്പിൽ നടക്കാനിരിക്കുകയാണ് എന്ന് അവർ കരുതുന്നു. അല്ലെങ്കിൽ അങ്ങനെ അവർ നമ്മെ പഠിപ്പിച്ചു. ലെഫ്റ്റ് ബിഹൈൻഡ് പുസ്തകങ്ങളും സിനിമകളും ഈ വിശ്വാസത്തിന് മാറ്റുകൂട്ടുന്ന ഉദാഹരണങ്ങൾ മാത്രം. ഈ സംഭവങ്ങൾ ഭാവിയിൽ വരുമെന്ന്, ഇതിനകം നടന്നിട്ടില്ലെന്ന് മനുഷ്യർ വിശ്വസിക്കുന്നത് ഇതുകൊണ്ടാണ്. ഈ വിശ്വാസത്തിന് മറ്റൊരു വലിയ കാരണം 1948 സംഭവിച്ച ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ രൂപീകരണമാണ്. നൂറ്റാണ്ടുകളായുള്ള പോരാട്ടങ്ങൾക്കു ശേഷം, ആഗ്രഹങ്ങൾക്കും താൽപര്യങ്ങൾക്കും ശേഷം ഒരു യഹൂദ രാഷ്ട്രം പാലസ്തീനിൽ സ്ഥാപിക്കാനുള്ള രാഷ്ട്രീയ പദ്ധതി രൂപപ്പെട്ടു. ബാൽഫോർ പ്രഖ്യാപനം 1917 നവംബർ 2 ബ്രിട്ടൻ എടുത്ത തീരുമാനം, പാലസ്തീനിൽ ഒരു യഹൂദ ദേശീയ ഭവനം സ്ഥാപിക്കാൻ അവർക്കാവുന്നത് എല്ലാം ചെയ്യുമെന്ന് അവർ പ്രഖ്യാപിച്ചു. ഇത് ഒരു ചരിത്രരേഖയായി മാറി. പക്ഷേ ഇത് പ്രവചനത്തിന്റെ നിവൃത്തിയാണോ? And the key to understanding Bible prophecy is Israel and the Jews. God's timepiece, this wonderful, magnificent people, chosen of God. Their country destroyed in 586 BC by Nebuchadnezzar. And the Bible all the way through from one end to the other in scores of scriptures predicted there would come a day when they would be gathered from all over the world back to their own land. On May 14th, 1948, Israel came back into the land and became a nation in 1948. Since 1948, the prophetic clock stopped and did not start again until May 14th, 1948. ഇസ്രായേലും യഹൂദരും പ്രവചനത്തിന്റെ കുതിപ്പുകോൾ. പലരും പറയുന്നു ലോകമെമ്പാടും ചിതറിച്ച ശേഷം ദൈവം ഇസ്രായേലിനെ വീണ്ടും കൂട്ടിച്ചേർക്കും, അവരെ വീണ്ടും ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരും. എന്നാൽ ഇസ്രായേൽ എന്ന രാജ്യത്തിൽ 12 ഗോത്രങ്ങളിലെയും ആളുകളുണ്ടോ? വചനത്തിൽ എന്താണ് പറയുന്നത്? യഹൂദനെ മാത്രമായി തിരികെ കൊണ്ടുവരുമെന്നാണോ? 1948 ഇസ്രായേൽ വീണ്ടും ഒരു രാഷ്ട്രമാവുകയും ചെയ്തു. പക്ഷേ ഒരു ചോദ്യം, ഇത് യഥാർത്ഥത്തിൽ പ്രവചനത്തിന്റെ നിവൃത്തിയാണോ? യേശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ ഇത് സംഭവിച്ചോ? അല്ലെങ്കിൽ മറ്റൊന്നാണോ നടന്നത്? സത്യം എന്തെന്നാൽ ഇത് പ്രവചന നിവൃത്തിയല്ല, കാരണം ആ പ്രവചനം നേരത്തെ തന്നെ സംഭവിച്ചതാണ്. അതെ, AD 70കളിൽ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ ഈ പ്രവചനം പൂർത്തിയായതാണ്. അതായത് ഭൂമിയുടെ നടുവിൽ തേനും പാലും ഒഴുകുന്ന യഥാർത്ഥ ഇസ്രായേൽ പ്രദേശങ്ങളിൽ അവർ ചേർക്കപ്പെട്ടു. ക്രിസ്തുവിനോട് കൂടി 1000 വർഷം ജീവിക്കുകയും ചെയ്തു. തിരഞ്ഞെടുക്കപ്പെട്ടവർ, അവരെ നമ്മൾ വിശുദ്ധർ എന്ന് വിളിക്കുന്നു. അവർ ഭൂമിയുടെ നടുവിൽ ആർട്ടിക് പ്രദേശങ്ങളിൽ ഇപ്പോഴും ജീവിക്കുന്നു.
എന്നാൽ നാമമാത്ര ക്രിസ്ത്യാനികൾക്ക് ഇവയൊന്നിനെപ്പറ്റിയും യാതൊന്നും അറിവില്ല എന്നത് മറ്റൊരു സത്യമാണ്. Every major prophet in the Old Testament prophesied that God was going to bring Israel back. That God was going to scatter Israel around the world. It was going to become completely desolate for a long time. And then God, in the last days, is going to bring Israel back into the land. The nation Israel was reborn in a day. അപ്പോൾ പാലസ്തീനിലെ ഇസ്രായേൽ എന്താണ്? വ്യാജ ഇസ്രായേൽ. അതെ, അവർ ദൈവത്തിന്റെ ജനമല്ല. സിസ്റ്റമാണ് അവരെ കൂട്ടിച്ചേർത്തത്. യേശു മടങ്ങി വന്നില്ല, പ്രവചനം പൂർത്തിയായില്ല, പ്രവചനത്തിൽ വിടവുണ്ട് എന്നിങ്ങനെയുള്ള കള്ളങ്ങൾ പ്രചരിപ്പിക്കുവാനായാണ് അവർ അവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഇന്നത്തെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സത്യം ബാൽഫോർ പ്രഖ്യാപനം. പാലസ്തീനിൽ യഹൂദരുടെ ദേശീയ ഭവനം സ്ഥാപിക്കാൻ റോത്തചെൽഡിന് അയച്ച ഒരു കത്ത്. ഇതാണ് ആധുനിക ഇസ്രായേലിന്റെ അടിസ്ഥാനം. ഇത് പ്രവചനമല്ല, മനുഷ്യരുടെ ആഗ്രഹങ്ങൾ. And here it is, the Balfour Declaration. What do you feel when you see it here? I genuinely feel it's one of the most extraordinary moments in the history of the Jewish people. If you think it took 3,000 years to get to this, and then you say, how did this miracle happen? It's the most incredible. Chaim Weizmann, who somehow gets to England, meets a few people, including members of my family, seduces them. He has such great charm and conviction. He gets to Balfour, and he unbelievably persuades Balfour and Lloyd George, the Prime Minister, and most of the ministers, that this idea of the national home. This letter is proof that the modern state of Israel is not a fulfillment of biblical prophecy. Rather, just the wild imaginations of madmen who wanted a Jewish home in Palestine. 1948 ഇസ്രായേലിനെ അവർ അത്തിവൃക്ഷ തലമുറ എന്ന് വിളിച്ചു. ഒരു തലമുറ 40 വർഷം. അതുകൊണ്ടാണ് 1988 യേശു വരുമെന്ന പ്രവചനങ്ങൾ ഉണ്ടായത്. പക്ഷേ അത് സംഭവിച്ചില്ല. അതിനു പകരം തലമുറ എന്ന നിർവചനം അവർ മാറ്റി. സത്യം സമ്മതിക്കാതെ കഥ നീട്ടിക്കൊണ്ടുപോകുന്നു. പുതിയ കഥകൾ മെനയുന്നു. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ എന്ന പേരുള്ള സ്ഥലമുണ്ടെന്ന കാരണം കൊണ്ട് അത് ബൈബിളിലെ യഥാർത്ഥ സ്ഥലമാകണമെന്നുണ്ടോ? തേനും പാലും ഒഴുകുന്ന ദേശം, ഈ നിർവചനം ഇപ്പോഴത്തെ ഇസ്രായേലുമായി പൊരുത്തപ്പെടുന്നുണ്ടോ? ചിന്തിച്ചു നോക്കൂ. സിയോൺ പർവ്വതം ഒരു ചെറിയ കുന്ന് മാത്രമായി ഇവിടെ കാണപ്പെടുന്നു. പക്ഷേ തിരുവെഴുത്ത് പറയുന്നത് എന്താണ്? Great is the Lord and greatly to be praised in the city of our God, in the mountain of his holiness. Beautiful for situation, the joy of the whole earth, is Mount Zion on the sides of the north, the city of the great king. ഭൂമിയിലെ ഏറ്റവും ഉയർന്നതും മനോഹരവുമായ പർവ്വതം, മുഴുവനായും വ്യത്യസ്തം, ഭൂമിയുടെ ആനന്ദം എന്നാണ് സിയോനെ ദൈവം വിളിച്ചത്. പക്ഷേ പല ക്രിസ്ത്യാനികളും വഞ്ചകരെ വിശ്വസിച്ചു. ഒരു കുടുംബം പാലസ്തീനിൽ കുറച്ച് ഭൂമി വാങ്ങി. അതിനെ ഇസ്രായേൽ എന്ന് വിളിച്ചു. അത് എങ്ങനെ ദൈവ പ്രവചനത്തിന്റെ നിവൃത്തിയാവും? Very soon we will all see the building of the third temple in Jerusalem. The table of showbread is ready. The menorah is ready. All of the golden pieces are ready. The third temple is ready. Our job to bring and to build the third temple. They're also planning to slaughter 5 cows. That paves the way for the building of the third temple. ഇപ്പോൾ മറ്റൊരു വിഷയം, മൂന്നാമത്തെ ദേവാലയം. പലരും പറയുന്നു ഇത് ഉടൻ പണിയും, എല്ലാം തയ്യാറാണ് എന്ന്. ചുവന്ന പശുക്കൾ പോലും ബലി ചടങ്ങിനായി തയ്യാറാണ്. 70 വർഷമായി ഈ കഥകൾ ഇവർ ആവർത്തിക്കുന്നു. പക്ഷേ ഒരു ചോദ്യം, ഇത് ബൈബിളിലുണ്ടോ? ഇല്ല. ബലിയർപ്പണം അത് യേശുവിന്റെ മരണത്തോടെ അവസാനിക്കപ്പെട്ടു. ദേവാലയം നശിച്ചപ്പോൾ പ്രയോജനകരമല്ലാത്ത ബലികൾ ഇതിനകം വർഷങ്ങൾക്ക് മുമ്പ് അവസാനിച്ചു. എന്തുകൊണ്ട് അവ വീണ്ടും തുടങ്ങണം? അത് യേശുവിനെ അപമാനിക്കുന്നതല്ലേ? അവൻ തന്നെയാണ് പരിപൂർണ ബലി. അവന്റെ വാക്കുകൾ, ഇത് പൂർത്തിയായി. പ്രവാചകനായ ദാനിയേലിന് ഒരു ദർശനം ലഭിച്ചു. 70 ആഴ്ചകൾ നിശ്ചയിച്ചിരിക്കുന്നു. ദാനിയേലിന്റെ 70 ആഴ്ച പ്രവചനം 490 വർഷങ്ങൾ. അതിൽ ഇടവേള ഒന്നുമില്ല. അങ്ങനെയുണ്ടെങ്കിൽ അതിനെ 70 ആഴ്ചവട്ടം എന്ന് എങ്ങനെ വിളിക്കും? പക്ഷേ ഇന്ന് പതിപ്പിക്കുന്നത് ഒരു നീണ്ട ഇടവേളയുള്ള കഥ. അത് എല്ലാ വർഷവും പുതുക്കിക്കൊണ്ടിരിക്കുന്നു. അതായത് യേശു തന്റെ വാക്ക് പാലിച്ചില്ല എന്ന് ക്രിസ്ത്യാനികൾ കരുതുന്നു. പക്ഷേ യേശു പറഞ്ഞു, Verily I say unto you, this generation shall not pass till all these things be fulfilled. Heaven and earth shall pass away, but my words shall not pass away. ഈ തലമുറ ഇവ എല്ലാം നടക്കുന്നതുവരെ കടന്നുപോകില്ല. ആകാശവും ഭൂമിയും കടന്നുപോകും, എന്നാൽ എന്റെ വാക്കുകൾ ഒരിക്കലും കടന്നുപോകില്ല. ഒരു തലമുറ 40 വർഷം. ആ തലമുറ ഇതിനകം കഴിഞ്ഞു. യേശു വീണ്ടും പറഞ്ഞു, ഇവിടെ കൂടി നിൽക്കുന്നവരിൽ ചിലർ മരിക്കുന്നതിന് മുന്നേ ഞാൻ മടങ്ങി വരും. യേശു പിന്നെയും പറഞ്ഞു, യോഹന്നാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ മടങ്ങി വരും. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കേണ്ട യഥാർത്ഥ ചോദ്യം, യേശു തന്റെ വാക്ക് പാലിച്ചോ അല്ലെങ്കിൽ പാലിച്ചില്ലേ?
And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching, and I hope to see you all soon.